ഈ സത്യാനന്തര കാലഘട്ടത്തിൽ സത്യവും നീതിയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചവരുടെ കൂട്ടത്തിൽ അൻവറും പെട്ടോ എന്നെനിക്ക് സംശയമുണ്ട്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന് കരുതിയവർക്ക് അവരുടെ വിശ്വാസം അസ്ഥാനത്തായി. മുഖ്യമന്ത്രി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും ശക്തമായ നടപടികളൊന്നും സ്വീകരിക്കുവാൻ സാധ്യതയില്ല എന്നതിൻ്റെ സൂചനകൾ ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്, സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. ആ പവർ ഗ്രൂപ്പ് കേരളത്തിലുമുണ്ട്, മന്ത്രിസഭയിലുമുണ്ട്, പലയിടങ്ങളിലും സംഘടനകളിലുമൊക്കെ പവർ ഗ്രൂപ്പുണ്ട്. ആ പവർ ഗ്രൂപ്പിനെതിരെയാണ് അൻവർ ഒരു വെടിപൊട്ടിച്ചത്. പക്ഷേ അത് എത്ര കണ്ട് ഫലപ്രദമായി എന്ന് പരിശോധിച്ചാൽ അത് തിരിഞ്ഞു വരാതിരിക്കാനുള്ള ശ്രദ്ധ അൻവറിനുണ്ടായാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് അത് ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇവിടെ അദ്ദേഹമല്ല പ്രശ്നം, ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റമാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഞ്ഞുമലയുടെ അറ്റമായിരിക്കാം, പക്ഷേ ഒരുപാട് മഞ്ഞുമലകൾ ഈ കടലിലുണ്ട്. മറ്റേ അറ്റം കാണിച്ചു തരാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മുമ്പിലുണ്ടാകുമ്പോൾ ഒരറ്റം ആരെങ്കിലും കാണിച്ചു തന്നാൽ അത്രയുമായി എന്നത് മാത്രമാണ് ഒരു ആശ്വാസം. പുന്നപ്ര, വയലാർ, കയ്യൂര്, കരിവള്ളൂർ, കാവുമ്പായി, ഊഞ്ചിയം, തില്ലങ്കേരി എന്നൊക്കെ പറഞ്ഞ് ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും അഥവാ ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപകരണങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും നടന്നതിനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവർക്ക് ഇന്ന് അവർ ആ ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണങ്ങളെ മൂർച്ച കൂട്ടുന്ന നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ദുഃഖകരമാണ്.